ഹായ്, ഞാൻ IIT റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെർലിനിൽ ഇട്ട മോഡൽ എക്സാംസിനേക്കാളും ഈസി ആയിരുന്നു എക്സാം. മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഈസി ആയിരുന്നു, കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. പകുതി ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, പകുതി ഒരു ഈസി ലെവലായിരുന്നു. പിന്നെ ഫിസിക്സ് കെമിസ്ട്രീനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്ന് പറയാം. ഫിസിക്സ് വിചാരിച്ച അത്രയും പാടുണ്ടായിരുന്നില്ല പൊതുവെ എക്സാമിന്. 2022 ഒരു ലെവലായിരുന്നു എക്സാം ക്വസ്റ്റ്യൻസ്. ഞാൻ JEE റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. മോഡൽ എക്സാമിൻ്റെ അത്ര ടഫ് ഉണ്ടായിരുന്നില്ല. മോഡൽ എക്സാം വെച്ച് കമ്പയർ പറയുമ്പോൾ ഇത് ഇത്തിരി കുഴപ്പമില്ലാത്ത പോലെ തോന്നി. മാത്സും അതേപോലെ കുറച്ചൊക്കെ ഈസി ഉണ്ടായിരുന്നു. ഫിസിക്സും കുഴപ്പമില്ലാണ്ട് കെമിസ്ട്രി അതേപോലെ തന്നെയാണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയി തോന്നുന്നത് ഫിസിക്സാണ്. അതിൽ ഫിസിക്സിൽ ഒരു 10% കൂടുതലും തെറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മോഡൽ എക്സാം ചെയ്തുകൊണ്ട് കെമിസ്ട്രി ഫുൾ NCERT ബേസ്ഡ് ആയതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കെമിസ്ട്രി എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി, എല്ലാം കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ നിവേദ് സുരേഷ്, ബ്രില്യനിൽ IIT ബാച്ചിൽ പഠിക്കുന്നതാണ്. ഞാൻ ഗൗതം സുരേഷ്, JEE മെയിൻസിന് ബ്രില്യനിൽ പഠിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് സെഷൻ ആയിരുന്നു JEE മെയിൻസിൻ്റെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം നല്ല എക്സാം തന്നെ. കാരണം ഫസ്റ്റ് സെഷൻ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ടഫായിരിക്കും എക്സാം. പക്ഷേ മോഡറേറ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ടൈം എല്ലാവരും ഒന്ന് ടൈം കൺസ്യൂം, മാത്സ് ഒക്കെ ആകുമ്പോഴേക്കും ടൈം കുറച്ച് ചെയ്യാനെടുക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെ ഉണ്ടായത്? ഇതുപോലെ തന്നെ ഫിസിക്സ് മോഡറേറ്റ്ലി സിമ്പിൾ ആയിരുന്നു. പക്ഷേങ്കിൽ മാത്സ് എത്താൻ കുറച്ച് ലേറ്റായി, സമയം കുറച്ച് പ്രശ്നമായി. അതുകൊണ്ട് എല്ലാവരും ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം സെറ്റാക്കിയാൽ ബാക്കി നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. നേരത്തെ എത്താൻ നോക്കി ടൈം കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് എഴുതാൻ നോക്കിയാൽ നല്ല എക്സാം ആയിരിക്കും എല്ലാവർക്കും. കെമിസ്ട്രി കുറച്ച് തിയറി ബേസ്ഡ് ആയിരുന്നു. അസേഷൻ റീസണും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം വന്നു. അതുപോലെ ന്യൂമറിക്കലും ചെയ്യാൻ പറ്റുന്ന ലെവലേ ഉണ്ടായിട്ടുള്ളൂ. കാൽക്കുലേഷൻസ് അത്ര അധികം ഉണ്ടായിട്ടില്ല. ഫിസിക്സിൻ്റെ കാര്യം നോക്കുക വെച്ചാൽ ഫിസിക്സിലും പ്രോബ്ലംസ് അധികം ടൈം എടുക്കുന്ന പ്രോബ്ലംസ് ഒന്നും ആയിരുന്നില്ല. 1-2 സ്റ്റെപ്പിൽ തന്നെ പ്രോബ്ലത്തിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരുന്നു. പക്ഷേ എന്നാലും ഇൻഡെപ്ത് പഠിച്ചാലേ ആ ബേസിക് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായത്. അങ്ങനെ അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്രില്യൻറ്റിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ കുറച്ചെണ്ണം അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ചെയ്തതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ആ മോഡൽ തന്നെ ഇതും ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാംസ് എഴുതിയതുകൊണ്ട് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പേര് അശ്വിൻ, ഞാൻ JEE മെയിൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെമിസ്ട്രി മിക്കവാറും NCERT ബേസ്ഡ് തന്നെയായിരുന്നു. കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും അസേഷൻ റീസണും ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഫിസിക്സും ബ്രില്യനിലെ മോഡലിൽ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ചോദിച്ചു. ആൻഡ് മാത്സ് എത്താൻ കുറച്ച് ടൈം എടുത്തു. ടൈം മാനേജ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറേയും. പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ കുറേ മോഡൽ എക്സാം അതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് എക്സാമിന് ഹെൽപ്പ് ചെയ്തു. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടപ്പം തന്നെ എന്നാൽ ചെയ്യേണ്ടതെന്ന്, അതുപോലെ തന്നെ ഇതിന് മുന്നേ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും തോന്നിയുകൊണ്ട് ആവശ്യത്തിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. ഇനി എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി, ടൈം മാനേജ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. മാത്സ് കുറച്ച് ലെങ്തി ആണ്, അന്നേരം മാത്സ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നല്ല സ്കോർ ചെയ്യാൻ പറ്റും.